നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോഴും ശബരിമലയിൽ കോടികൾ പൊടിച്ച് അയ്യപ്പ സംഗമം സർക്കാർ നടത്തുകയാണ്. എല്ലാം സ്പോൺസർഷിപ്പാണ് എന്ന് പറയുമ്പോഴും 7 കോടിയുടെ ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിനായി ഇട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് അയ്യപ്പ സംഗമത്തിന് എത്തുന്ന 4000-ഓളം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഏകദിന സംഗമം നടത്തുന്നതിലേക്കായി 7 കോടി രൂപയാണ് സർക്കാർ പൊടിക്കുന്നത്. ഇത് ശബരിമല ക്ഷേത്രത്തിൻ്റെ വികസനത്തിനോ അല്ലെങ്കിൽ ശബരിമലയിൽ അയ്യപ്പ ധർമ്മത്തിൻ്റെ പ്രചാരണത്തിനോ ശബരിമലയിൽ ഭക്തന്മാർക്ക് സൗകര്യമൊരുക്കുന്നതിനോ വേണ്ടി അല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ കോടികൾ പൊടിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുവാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. ഇത് ആശങ്ക നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇത് വാസ്തവത്തിൽ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഈ കാര്യത്തിലൊന്നും യാതൊരു പ്രതികരണവും നടത്താത്തത് എന്തുകൊണ്ടാണ്? നടപടിയെടുത്ത് കുറ്റവാളികൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണ്ടേ? ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല, സർക്കാരും ഒന്നും ചെയ്യുന്നില്ല, ദേവസ്വം ബോർഡും ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഒരു സുതാര്യത വേണ്ട. 7 കോടി രൂപ ചെലവഴിച്ച് ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ ശബരിമലയിൽ മൂക്കിന് താഴെ എല്ലാവർക്കും കാണാവുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു അപഹരണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 4 കിലോ സ്വർണം കാണാതാകുന്നു എന്ന് പറയുമ്പോൾ അത് അയ്യപ്പന്മാർക്ക് വേദന ഉണ്ടാക്കാൻ, ആ വേദന മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അയ്യപ്പന്മാർക്കുടെ വിശ്വാസത്തിലും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലും ഒന്നും യാതൊരു വിധത്തിലുള്ള ആശങ്കയോ താല്പര്യമോ ഒന്നും ഈ ഗവൺമെൻറ്റിനില്ല എന്നാണ് അർത്ഥം. അവർക്ക് വികസനമാണ്. വികസനം എന്ന് പറയുന്ന പണത്തിൻ്റെ ഇടപാടാണ്. അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ, വികസനത്തിന് കിട്ടുന്ന കോടികളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നടത്തുന്ന ഇത് ഭൗതികമായ നേട്ടത്തിനുള്ളതാണ്. ഇതിന് ധർമ്മവും ആചാരവും വിശ്വാസവുമായി ഒന്നും ഒരു ബന്ധവുമില്ല. ഇതിൽ സുതാര്യതയില്ല. ഇത് അതുകൊണ്ടാണ് ഇതുവരെ എന്ത് നടത്തി എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കണം. അത് ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. കാരണം ഈ ചർച്ച ചെയ്യാൻ പോകുന്ന 3 വിഷയങ്ങളും മുൻപെല്ലാം ചർച്ച ചെയ്തതാണ്. അതേപ്പറ്റി വ്യക്തമായിട്ടുള്ള രൂപരേഖ ഉള്ളതാണ്. അങ്ങനെ വ്യക്തമായ ചർച്ചകളും എല്ലാം നടന്നിട്ടുള്ള വിഷയം വീണ്ടും ചർവണം നടത്തിയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് ഇത് യാതൊരു പ്രയോജനമില്ലാത്തതാണ്. 7 കോടി രൂപയിലൂടെ മറ്റു കോടികൾ സംഭരിക്കാനുള്ള നടപടികളാണ്. മറ്റ് സ്ഥലങ്ങളിലടക്കം കുമരകത്തടക്കം ഈ പ്രതിനിധികൾക്കായി സർക്കാർ റൂം ബുക്ക് ചെയ്തിരിക്കുന്നു എന്നൊരു വിവരമുണ്ട്. അപ്പോൾ ഇത് ഒരു ആചാര ലംഘനം കൂടിയല്ലേ? ഇതൊരു ഭക്തിപരമായ മാർഗം കൂടിയല്ല. ഇത് പ്രതിനിധികൾക്ക് ഒരു എൻജോയ്മെൻ്റ് ഒരു മാർഗം കൂടിയാണ്. ഇത് ഭക്തിയായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. ഇത് ഭൗതിക നേട്ടമാണ്, ഭൗതികമാണിത്. ഇതിൻ്റെ അകത്ത് ആധ്യാത്മികതയില്ല, ധാർമ്മികതയില്ല, ഇതിൻ്റെ അകത്ത് വിശ്വാസമില്ല, ആചാരമില്ല, ഒന്നുമില്ല. അതിനൊക്കെ എതിരെ നിന്നുകൊണ്ട് ധൂർത്തിൻ്റെ മേളയാണ്. ഇതൊരു ബിസിനസ് മേളയാണ്. ഇത് ഒരു തട്ടിപ്പ് വെട്ടിപ്പ് നടത്തുന്നതിനെക്കുറിച്ച്, നടന്ന സംഭവത്തെക്കുറിച്ച് ഒരഭിപ്രായവും പറയാതിരിക്കുകയും ഇത്തരത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് വലിയ മേള നടത്തുകയും ചെയ്തതിൽ എന്തർത്ഥമുള്ളത്? ഇതിൽ ആത്മാർത്ഥതയില്ല, സത്യസന്ധതയില്ല, ഇതിൽ യാതൊരു വിധത്തിലുള്ള ഉദ്ദേശശുദ്ധിയുമില്ല. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ
7736549234.